പാലക്കാട് വിക്ടോറിയ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയെ പ്രോജക്റ്റിന് മാർക്ക് കുറച്ച് തോൽപ്പിച്ചതായി ആക്ഷേപം. സൈക്കോളജി അവസാന സെമസ്റ്റർ BSc വിദ്യാർത്ഥിനിയെ പ്രോജക്ട് മൂല്യനിർണ്ണയത്തിൽ ബോധപൂർവം പരാജയപ്പെടുത്തിയെന്നാണ് പരാതി. മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗവർണർക്കും VCക്കും നിവേദനം നൽകി. SFIക്കാരല്ലാത്തവരെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്നതായി ആക്ഷേപമുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ എല്ലാ വിഷയങ്ങൾക്കും ഉയർന്ന മാർക്ക് നേടിയ സൈക്കോളജി അവസാന സെമസ്റ്റർ BSc വിദ്യാർത്ഥിനിയെ മാർക്ക് കുറച്ച് തോൽപ്പിച്ചതായാണ് ആക്ഷേപം. പ്രോജക്ട് മൂല്യനിർണ്ണയത്തിൽ ബോധപൂർവം പരാജയപ്പെടുത്തിയ അധ്യാപികയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും കാലിക്കറ്റ് VCക്കും നിവേദനം നൽകി. വിക്ടോറിയ കോളേജ് KSU യൂണിറ്റിന്റെ നേതാവാണ് പരാജയപ്പെട്ട വിദ്യാർത്ഥിനി. SFIയുമായി ഗൂഢാലോചന നടത്തിയാണ് അധ്യാപിക വിദ്യാർത്ഥിനിയുടെ മാർക്ക് കുറച്ചതെന്നാണ് ആരോപണം. അധ്യാപകരുടെ മേൽനോട്ടത്തിലാണ് റിസർച്ച് പ്രോജക്ട് വിദ്യാർത്ഥിനി പൂർത്തീകരിച്ച് സമർപ്പിക്കുന്നത്. ഇത്തരം പ്രോജക്റ്റുകൾക്ക് എല്ലാ അധ്യാപകരും മിനിമം പാസ് മാർക്ക് നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോജക്റ്റിൽ പുനർമൂല്യനിർണ്ണയ വ്യവസ്ഥ പരീക്ഷാ ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. എല്ലാ പേപ്പറിലും ജയിച്ച ജംഷിയ ഷെറിൻ പ്രോജക്റ്റിൽ തന്നെ പ്രത്യേക ലക്ഷ്യം വെച്ച് തോൽപ്പിച്ചുവെന്നും വിഷയം അന്വേഷിച്ച് നീതിപൂർവമായ നടപടി വേണമെന്നും കാണിച്ച് വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിരുന്നു. വൈസ് ചാൻസലർ പരാതി പരീക്ഷാ കൺട്രോളർക്ക് കൈമാറുകയും പരീക്ഷാ ബോർഡ് ചെയർമാനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പരീക്ഷാ ഭവൻ പരീക്ഷാ ബോർഡ് ചെയർമാനോട് പ്രോജക്ട് പരിശോധിക്കാനും കൊടുത്ത മാർക്കിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. പുനഃപരിശോധനയുടെ അടിസ്ഥാനത്തിൽ പ്രോജക്ടിന് കൂടുതൽ മാർക്കിന് വിദ്യാർത്ഥിനിക്ക് അർഹതയുണ്ടെന്ന് പരീക്ഷാ ബോർഡ് ചെയർമാൻ റിപ്പോർട്ട് നൽകി. ഈ മാർക്ക് വിദ്യാർത്ഥിനിക്ക് ഫൈനൽ മാർക്കായി നൽകണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വിദ്യാർത്ഥിനി പരീക്ഷയിൽ വിജയിച്ചതായി പ്രഖ്യാപിച്ചുവെങ്കിലും വിദ്യാർത്ഥിനിയെ ബോധപൂർവം പരാജയപ്പെടുത്തിയ അധ്യാപകയ്ക്കെതിരെ ഇതുവരെ യാതൊരു രീതിയിലുള്ള നടപടിയും സർവകലാശാല സ്വീകരിച്ചിട്ടില്ല. ക്യാമ്പസുകളിൽ SFIക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടികൾ നടക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട്. SFI അനുകൂലികളായ അധ്യാപകരുടെയും സർവകലാശാലയിലെ ചില ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് ഇത്തരം നടപടികൾ നടക്കുന്നതെന്നാണ് ആക്ഷേപം. ജനം, തിരുവനന്തപുരം.